ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ +1 പാർട്ട് 1 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഞാൻ ചെയ്തത്. ഇന്ന് നമ്മൾ 2024 തന്നെ +1 പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ പോർഷന്റെ വെയിറ്റേജും കമ്പാരിറ്റീവ്ലി പാർട്ട് 1 കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ബട്ട് സ്റ്റിൽ കുറെ നല്ല ചാപ്റ്ററുകളുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, അതേപോലെ ഹീറ്റ്, തെർമോകൈനറ്റിക് തിയറി, ഓസിലേഷൻ ആൻഡ് വേവ്സ്. മിക്ക വർഷങ്ങളിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും കിട്ടാറുണ്ട്. സോ നിങ്ങൾ അതൊട്ടും ഉപേക്ഷിച്ചങ്ങ് കളയരുത്. പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ് ആക്ച്വലി അത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ഇലോങ്ങേഷൻ ഓഫ് എ സ്റ്റീൽ വയർ ഓഫ് 1 മീറ്റർ ലെങ്ത്. നമ്മുടെ കയ്യിലുള്ള വയറിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് സ്റ്റീൽ ആൻഡ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് ലിമിറ്റ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മാക്സിമം ഇലോങ്ങേഷൻ ആണ്. അപ്പൊ യങ്സ് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്. സോ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലോങ്ങേഷൻ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? എഫ് ബൈ എ അല്ലേ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതാം. എൽ ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതാം. എഫ് ബൈ എ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് യങ്സ് മോഡുലസ് ആണ്. ആദ്യം തന്നിരിക്കുന്ന ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 8 × 10⁸ ഇൻറ്റു ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 2 × 10⁻11 ആണ് അല്ലേ. സോ ഇവിടുന്ന് 2 8 കട്ട് ചെയ്താൽ ഇവിടെ ഒരു 4 എന്ന് കിട്ടും. സോ ഇവന്മാരെ കട്ട് ചെയ്താൽ എത്ര കിട്ടും? 4 × 10⁻3 മീറ്റർ എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 മില്ലിമീറ്റർ എന്ന് കിട്ടും. 4 മില്ലിമീറ്റർ എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ആരെ എടുക്കാം? ഓപ്ഷൻ 1 എടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മെറ്റാലിക് ബാർ ഓഫ് യങ്സ് മോഡുലസ് 0.5 × 10⁻11 Newton per meter square and coefficient of linear thermal expansion 10⁻⁻5 തന്നിട്ടുണ്ട്. ലെങ്ത് 1 മീറ്റർ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10⁻³ is heated from 0 to 100 degree without expansion or bending. അതായത് നമുക്ക് തന്നിരിക്കുന്ന വയർ, ഇപ്പൊ വയറിന്റെ ലെങ്ത് L ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. ഇത് എക്സ്പാൻഷൻ പാടില്ല, അതുപോലെ ബെൻഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഇലോങ്ങേറ്റ് ചെയ്യും. ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടായ ചേഞ്ച് ആണ് ഡെൽറ്റ എൽ. അപ്പൊ ആ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ L ആൽഫ ഡെൽറ്റ ടി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് കാണാനാണ് ചോദിച്ചത്? ദ കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്ഡ് കാണാനാണ് ചോദിച്ചത്. യങ്സ് മോഡുലസിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? Y ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. സോ ഇവിടുന്ന് ഫോഴ്സ് കാണാമല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? y ഇൻറ്റു എ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ y ഇൻറ്റു എ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു y ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ ആൽഫ ഡെൽറ്റ ടി ആണ്. അപ്പൊ ഇവിടെ ആൽഫ ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു y എത്രയാണ്? യങ്സ് മോഡുലസ് 0.5 അല്ലെങ്കിൽ 5 × 10⁻12 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 5 × കറക്റ്റ് അല്ലേ? തെറ്റിയോ? എനിക്ക് തെറ്റി. 0.5 അല്ലേ, സോറി 5 × 10⁻10 എന്ന് എഴുതാം അല്ലേ? 0.5 × 10⁻11 അല്ലേ? 5 × 10⁻10 ഇൻറ്റു ഏരിയ എത്ര മക്കളെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10⁻³ ആണ്. ആൽഫയുടെ വാല്യൂ എത്രയാണ്? ആൽഫ 10⁻5 ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. 0 to 100 ആണ്. അപ്പൊ 0 to 100 എന്ന് പറയുമ്പോൾ അത് 10² എന്ന് എഴുതാം. സോ എത്ര വരും മക്കളെ? ഇത് 5 × ഇത് 10ഉം 2ഉം
12 ആണ് അല്ലേ, 5 3 8 ആണ്, 10⁻⁻8 ആണ്. സോ ഫൈനലി 5 ഇൻറ്റു 10⁴ അല്ലേ, 10⁴ എന്ന് വരും. 5 ഇൻറ്റു 10⁴ അല്ലെങ്കിൽ 50 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഫോഴ്സ് ആണ് ഇൻ ന്യൂട്ടണിലായിരിക്കും. 50 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 എടുക്കാവുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. യെസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? എ തിൻ ഫ്ലാറ്റ് സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 4.5 centimeter is placed gently over the surface of a water. If the surface tension of water is 0.07 Newton per meter, then the excess force required to take away from the surface. അതായത് വാട്ടറിന്റെ സർഫസിൽ ഒരു ഡിസ്ക്, ഇങ്ങനെ ഒരു സർക്കുലർ ഡിസ്ക് കൊണ്ടിട്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഔട്ടറിൽ മൊത്തം ഫോഴ്സ് ആക്ട് ചെയ്യും, ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന്റെ സർക്കംഫറൻസ്, സിമ്പിൾ ലോജിക്കിൽ പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആ കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ ഈ ഫെവിക്കോളിന്റെ റൗണ്ടഡ് ടിന്ന്, അതിന്റെ ഒരു അടപ്പ് ആ ഔട്ടറിലെല്ലാം പശ പറ്റിയിരിക്കുക. അതിന്റെ ആ ടോപ്പ് നമ്മൾ ഇങ്ങനെ ഊരാൻ നോക്കിക്കേ, അപ്പൊ ആ ഔട്ടറിലുള്ള ഫെവിക്കോൾ മാത്രം ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നില്ലേ? ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ലെങ്ത് ആണ്. നമ്മളോട് ചോദിച്ചത് ഫോഴ്സ് കാണാനാണ്. സോ സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് 2πr ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സർഫസ് ടെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.07 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 0.07 എന്ന് വെച്ചാൽ 7 ഇൻറ്റു 10⁻². 0.07 7 ആക്കാൻ ന്യൂമറേറ്ററി 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ താഴെ 10⁻² വരും. അതാണ് മുകളിൽ എടുത്ത് എഴുതി 10⁻² ഇൻറ്റു 2πr. അപ്പൊ 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. റേഡിയസ് എത്രയാണ്? റേഡിയസ് 4.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4.5 ഇൻറ്റു സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു 10⁻². ഇവിടുന്ന് നമുക്കൊരു 7ഉം 7ഉം കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഈ 4.5ഉം 2ഉം കൂടെ 9 ആണ്. അപ്പൊ 22 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 198 ആണ്. 198 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. അല്ലെങ്കിൽ എനിക്ക് 19.8 ഇൻറ്റു 10⁻⁻3 ഫോഴ്സ് ആണ് യൂണിറ്റ് ന്യൂട്ടൺ, അല്ലെങ്കിൽ 19.8 മില്ലി ന്യൂട്ടൺ എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 നമുക്ക് എടുക്കാം. ഓപ്ഷൻ 1 എടുക്കാം, 19.8 മില്ലി ന്യൂട്ടൺ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ തെർമോഡൈനാമിക്സ് system is taken through the cycle ABCDA. The work done by the gas along the path BC എന്നാ ചോദിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വർക്ക് ഡൺ W is equal to integral P dot dV. What is P? Pressure. What is dV? Change in volume. ധാരാ ചേഞ്ച് ഇൻ വോളിയം ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എന്ത് വേണം? അല്ലെങ്കിൽ വർക്ക് ഡൺ ഉണ്ടാകണമെങ്കിൽ വോളിയത്തിന് ചേഞ്ച് വേണം. ഇപ്പൊ ബൈ ദ സിസ്റ്റം ആയിക്കോട്ടെ, ഓൺ ദ സിസ്റ്റം ആയിക്കോട്ടെ, ഒന്നെങ്കിൽ അത് വോളിയം ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ചെയ്യണം. ദർ ഷുഡ് ബി എ വർക്ക്. അപ്പൊ വർക്ക് ഡൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവണം. ക്ലിയർ? ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏത് പാത്തിലെ വർക്ക് ഡൺ ആണ്? BC പാത്തിലെ അല്ലെ? BC പാത്തിലെ വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അലോങ് ദ പാത്ത് BCയിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോളിയം ചേഞ്ച് ഉണ്ടെങ്കിലേ വർക്ക് ഡൺ ഉള്ളൂ. ഇഫ് വോളിയം ഈസ് കോൺസ്റ്റന്റ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് ആൻസർ ഏതെടുക്കാം? ഓപ്ഷൻ 1 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? The following graph represent TV curve
of an ideal gas where T is temperature and V is volume at three pressures P1, P2 and P3 compared with those Charles law represented as the dotted lines. Okay, നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്നത് ടി വി ഗ്രാഫ് ആണ്. ഇവിടെ പ്രഷർ വേരിയേഷന്റെ ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൽ ഇൻക്രീസിങ് ഓർഡറിലാണോ ഡിക്രീസിങ് ഓർഡറിലാണോ എന്നത് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കോൺസെപ്റ്റ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് എനിക്ക് പി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? എൻ ആർ കോൺസ്റ്റന്റ് ആണ്, ടി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാം. എൻ ആർ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, ടി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാം. സോ ഇവിടുന്ന് എനിക്ക് പറയാം പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ബൈ വി എന്ന് പറയാം. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ബൈ വി. അതായത് ടി ബൈ വിയുടെ റേഷ്യോ കൂടുവാണെങ്കിൽ പ്രഷറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അപ്പൊ ഇൻക്രീസ് ചെയ്യും, പ്രഷറും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ തന്നിരിക്കുന്നത് ടി വി ഗ്രാഫ് ആണ്. അപ്പൊ നിങ്ങൾ ഇവന്റെ സ്ലോപ്പ് എടുത്താൽ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഇപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ എന്ന് എടുക്കാം, അല്ല ഇവിടെ തീറ്റ ഡാഷ് എന്ന് എടുക്കാം, ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ എന്ന് എടുക്കാം. ഫ്രം ദ ഫിഗർ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ ഡാഷ് ആണ്. തീറ്റ അവിടെ നമുക്ക് എടുക്കുന്നത് സ്ലോപ്പ് ആണ്. വാട്ട് ഈസ് സ്ലോപ്പ്? ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ ടാൻ തീറ്റ എടുത്താൽ മതി. സോ എനിക്ക് പറയാൻ പറ്റും സ്ലോപ്പ് എടുക്കുമ്പോൾ ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ ടാൻ തീറ്റ ഡാഷ് ആണ്. ആണോ? ടാൻ തീറ്റ എടുത്താൽ കിട്ടാൻ പോകുന്ന സ്ലോപ്പ് P1 ആണ്. അപ്പൊ P1 അഗൻസ്റ്റ് ഉള്ള സ്ലോപ്പ് വലുതാണ്, എന്ന് വെച്ചാൽ അവിടുത്തെ പ്രഷർ വലുതാണ്. കാര്യം ഇവിടെ നിങ്ങൾ എടുക്കുന്നത് ടി വി ഗ്രാഫാ. സ്ലോപ്പ് എടുത്താൽ കിട്ടാൻ പോകുന്നത് ടി ബൈ വി ആ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഇവിടെ വൈ കോർഡിനേറ്റിലെ ചേഞ്ച് ടി ആണ്, എക്സ് കോർഡിനേറ്റിലെ ചേഞ്ച് വി ആണ്. അപ്പൊ നിങ്ങൾക്ക് ടി ബൈ വി കിട്ടും സ്ലോപ്പ് എടുത്താൽ. അപ്പൊ കൂടുതൽ സ്ലോപ്പ് ഉള്ളത് P1 സോ എനിക്ക് ഈസി ആയിട്ട് പറയാം P1 ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P3 ആണെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. P1 ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P3. ക്ലിയർ? അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. സിമ്പിൾ ആണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറേ സിമ്പിൾ ആണ്. ഈ ഏരിയ എന്നൊക്കെ ഇതിലും നല്ല ക്വസ്റ്റ്യൻസ് വേണം അവർക്ക് ഈസി ആയിട്ട് ചോദിക്കാമായിരുന്നു. അടുത്ത എന്താ? ഇഫ് ദ മാസ് ഓഫ് ദ ബോബ് ഓഫ് ഇൻ എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് thrice original mass and length made half of its original length. ടൈം പീരീഡിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ടൈം പീരീഡ് T is equal to 2 pi into root L by G നമുക്കറിയാം. എന്തായാലും മാസുമായിട്ട് ടൈം പീരീഡിന് ഡിപ്പെൻഡൻസി ഇല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി എന്താ ആരുമായിട്ട് ഡിപ്പെൻഡൻസി ഉള്ളത്? ലെങ്ത് ഹാഫ് ആവുന്നുണ്ട്, ലെങ്തുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട്. സോ എനിക്ക് ഇവിടുന്ന് പറഞ്ഞുകൂടെ ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ടൈം പീരീഡ് ടി ഡാഷ്, പുതിയ ടൈം പീരീഡ് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2 pi into root L by 2G എന്ന് എഴുതിക്കൂടെ? കാര്യം ലെങ്ത് ഹാഫ് ആവുന്നുണ്ട്, അപ്പൊ L by 2G എന്ന് എഴുതാം. സോ ഇവിടുന്ന് എന്ത് എഴുതാം? ടി ഡാഷ് ഈക്വൽ ടു 2 pi into root L by G ആരാ? ടി ആണ്. അപ്പൊ T by root 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. T by root 2. പുതിയ ടൈം പീരീഡ് എനിക്ക് കിട്ടി T by root 2. ഇനി ക്വസ്റ്റിനകത്ത് അവരൊരു കാര്യം പറയുന്നുണ്ട്, ദ ന്യൂ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് x by root 2 times its original time. അപ്പൊ ഈ പുതിയ ടൈം പീരീഡ് എന്ന് പറയുന്നത് x by 2 times original time ആണ്. x by 2 times its original time. Original time t ആണ്. സോ ഇവിടെ നിന്ന് എനിക്ക് t കട്ട് ചെയ്ത് കളയാം, ഇവനെ കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു root 2 കിട്ടും. സോ ഇവിടുന്ന് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു x is equal to root 2. നിങ്ങളോട് ചോദിച്ചത് x കാണാനാണ് അല്ലെ? then the value of x കാണാനാണ് ചോദിച്ചിരിക്കുന്നത്, that is root 2. ഓപ്ഷൻ 2 എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓസിലേഷൻ. എനിക്ക് തോന്നുന്നു ഈ വർഷം വേവ്സ് 2024 ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, ഓസിലേഷൻ വരെ ചോദിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 sin pi t plus pi by 3 meter represent the motion of a particle executing SHM, simple harmonic motion. The amplitude and the time period. Direct question. General equation എന്താ? x is equal to a sin omega t plus phi ആണ്, where phi is phase difference, a is amplitude. നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് എത്ര കിട്ടും? ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 5 ആണ്. അത് നോക്കേണ്ട കാര്യമില്ല, എല്ലാം 5 തന്നിരിക്കുന്നത്. പിന്നെ മീറ്ററിലാണ് ഇത്, അപ്പൊ മീറ്ററിലുള്ള ആളെ കൺസിഡർ ചെയ്താൽ മതി. ഇനി നമുക്ക് ആരുടെ വേണം? ടൈം പീരീഡ് കൂടെ വേണം.
ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് പൈ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫ്രം ദി ഇക്വേഷൻ എനിക്ക് പറയാം ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ ആണ്. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ് പൈ. അപ്പൊ ഇവിടുന്ന് പൈ രണ്ടും കട്ട് ചെയ്ത് കളയാം. സോ ടൈം പീരീഡ് t is equal to 2 സെക്കൻഡ്. ടൈം പീരീഡ് t is equal to 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ 2 എടുക്കാം. 5 മീറ്റർ ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ് 2 സെക്കൻഡ് എന്ന് എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈദ് കടന്നുപോയി, വിഷു കടന്നുപോയി, ഇങ്ങനെ പല ദിവസങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോകും. അതൊരു വഴി കൂടെ പൊക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എല്ലാവർക്കും ബിലീറ്റഡ് ഈദ് വിഷു വിഷസ്. കുറെ താമസിച്ചു പോയി അല്ലെ. എന്തായാലും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മക്കളെ, നമ്മൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഒരൊറ്റൊരുത്തനും വരില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ റീസൺ, നമ്മളുടെ പാഷൻ ആയിരിക്കണം നമ്മളുടെ ലൈഫിൽ ചൂസ് ചെയ്യേണ്ട കരിയർ. സോ നിങ്ങളെ വേറൊരാൾക്കും ഡിഫൈൻ ചെയ്യാനൊന്നും വിട്ടുകൊടുക്കരുത്. നമ്മുടെ പണി നമ്മൾക്ക് നന്നായിട്ട് എടുക്കാൻ അറിയാമെങ്കിൽ ആരും നമ്മളുടെ മുകളിലുമല്ല, ആരും നമ്മുടെ താഴെയുമല്ല, എല്ലാവർക്കും ഒപ്പം വളരെ ഹാപ്പി ആയിട്ടൊരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇൻ ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, ഇതൊന്നും അല്ല ഫാക്ടർ. ഇതൊക്കെ പഠിച്ചിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഗുണമുണ്ടായോ എന്നത് വലിയൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ പാഷൻ കണ്ടെത്താൻ ഉള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഞാൻ പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗിനാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ അതിലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ ഞാൻ അത്ര സക്സസ് അല്ലായിരുന്നു. പക്ഷെ ആസ് എ ടീച്ചർ എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ നോക്കൂ, ഒരു ക്യാമറ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ആ ക്യാമറയിൽ ആ ക്യാമറയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ അതെനിക്ക് എൻ്റെ ഓരോ വിദ്യാർത്ഥികളുടെയും 2 കണ്ണാണ്. നിങ്ങളോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മടുക്കില്ല, എത്ര പഠിപ്പിച്ചാലും മടുക്കില്ല. ബിക്കോസ് എനിക്കിതിലൊരു ഇഷ്ടമുണ്ട്, പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എത്ര പഠിപ്പിച്ചാലും അത്ര പെട്ടെന്ന് മടുക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. സോ ഇപ്പൊ യൂട്യൂബിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വേറെ ഒരു ഇൻകം ഒന്നും ഇപ്പം യൂട്യൂബിൽ നിന്നായാലും ഇല്ല. ഞാൻ വേറെ സെന്ററിലൊന്നും വർക്ക് ചെയ്യുന്നുമില്ല. റൈറ്റ് നൗ ഞാൻ ഇത് കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സാക്രിഫൈസിങ് വിഷമമൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നതല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനിത് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടാണ് 1 വർഷം എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്നത്, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത്. സോ അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അടുത്ത ക്ലാസ്സിൽ +2 പാർട്ട് 1 ഡിസ്കഷനായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.